ഹലോ, ഇലിയാസാണ്. ഫോർ ഫിക്സ് രണ്ടത്താണ്. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എ സി, ഗ്യാസ് സ്റ്റവ്, അംസർ. ഈ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആണ്, വർക്കിംഗ് ചെയ്യുന്നില്ല. അതായത് വാഷ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഇതൊരു 40 മിനിറ്റിൻ്റെ ടൈമറാണിത്. ഇത് കോംബോ ടൈമറാണ്. അതായത് ഇതിൻ്റെ കൂടെ ഒരു വാഷ് സെലക്ടറും കൂടി വരും. രണ്ടും കൂടിയുള്ളൊരു കോംബോ ടൈമറാണ് ഇത്. മോട്ടറുള്ള ടൈപ്പാണ്. മോട്ടർ ഇല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട്. അതായത് സ്പ്രിങ്, അതിലൊരു സ്പ്രിങ് ആയിരിക്കും, പഴയ നമ്മളെ ക്ലോക്കിൻ്റെ ഒക്കെ പോലെ, ഈ ചാവി എടുത്ത് വർക്ക് ചെയ്യിക്കുന്ന ക്ലോക്കിൻ്റെ ഒക്കെ പോലെ. അപ്പോൾ ഇത് എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 40 മിനിറ്റ് ഉള്ള ഈ സാധനത്തിന് 40 മുതൽ 15 വരെ സോക്കിംഗ് ടൈമാണ്. സോക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ വാഷ് ഡ്രസ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും, സോപ്പും പൊടിയും വെള്ളമൊക്കെ അതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നല്ലാതെ. ഇതിൻ്റെ സ്പിൻ ടൈമറാണ്. ഇതിൻ്റെ സ്പിൻ ടൈമർ മാനുവൽ. ഇതിനുള്ളിൽ ഒരു സ്പ്രിങ് ആണ് വരുന്നത്. സ്പിൻ ടൈമറാണ്, ഉണക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് മോട്ടറാണ് വരുന്നത്. ഇതിനുള്ളിൽ ഒരു ചെറിയ 220 വോൾട്ട് ഇത് വർക്ക് ചെയ്യുന്ന ചെറിയൊരു മോട്ടറാണ്. 15 മിനിറ്റിലാണ് ഇതിന് വാഷ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. 40 മുതൽ 15 വരെ ഉള്ളത് സോക്കിംഗ് ടൈമാണ്. 15 മുതലാണ് വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. സ്പ്രിങ്ങിൽ ആണ് ഇതിൻ്റെ ബാക്കിലേക്ക് റിട്ടേൺ കൊണ്ടുപോകുന്നത്. ഇതിന് സ്പ്രിങ് ടൈപ്പ് മാത്രമേ വരുള്ളൂ. ഇതിനങ്ങനെ ഓട്ടോമാറ്റിക് മോട്ടർ ഉള്ള ടൈപ്പ് വരില്ല. ഇതിങ്ങനെ കറങ്ങി തീരണം, അല്ലാതെ കൈ കൊണ്ട് പിടിച്ച് തിരിച്ചിട്ട് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വാഷ് ടൈമർ നമ്മൾ മാറ്റാനുള്ള പോവാണ്. ഇത് 40 മിനിറ്റ് ആണെന്ന് പറഞ്ഞില്ല. ഈ 40 മിനിറ്റ് സോക്കിംഗ് ടൈം ആയതുകൊണ്ട് പല ആൾക്കാരും അതൊന്നും ഫുള്ളായിട്ട് ഉപയോഗിക്കില്ല. ഈ പകുതിയൊക്കെ തിരിച്ചിട്ടാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ എന്നിട്ട് തന്നെ അത് പെട്ടെന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് തിരിച്ചിട്ട് ഇത് ഓഫ് ചെയ്യും. അങ്ങനെ ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് കോംബോ ആണ്, ഞാൻ പറഞ്ഞു. ഇനി ഇത് ആണ് ഇതിൻ്റെ ഒറിജിനൽ LGയിൽ വരുന്ന കമ്പനി സാധനം. ഇതാണ് ടൈമർ, ഇതാണ്. അപ്പോൾ ഇത് 40 മിനിറ്റാണ്. നമ്മളെ ആദ്യത്തുള്ളത് പോലെ തന്നെ 40 മിനിറ്റാണിത്. ഇത് 15 മിനിറ്റാണ്. ഇത് അതേ സെയിം ഇതായിട്ട്, പക്ഷേ വേറെ കമ്പനിയാണ്. അപ്പോൾ ഇത് 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. മോട്ടറുള്ള ടൈപ്പ് തന്നെയാണ്. മോട്ടറില്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇത് മോട്ടറുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാലും 15 മിനിറ്റ് ഇത് ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ വർക്ക് ചെയ്യും. 15 മിനിറ്റ് മുതൽ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് അതിൻ്റെ ഒറിജിനൽ. ഇപ്പോൾ നമ്മൾ ഈ മാറ്റി വെക്കുന്നില്ല, ഇതാണ് വെക്കുന്നത്. അതായത് 15 മിനിറ്റിൻ്റെ മതി, സോക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് തന്നെ വെക്കാൻ പോവാണ്. അങ്ങനെ മെഷീൻ അയച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പഴയത് ഇതിലുള്ളത്. ഇത് 2009ആണ്. 2009 അപ്പോൾ ഇത് പുതിയതാണ്. 15 മിനിറ്റാണ്. ഇത് 40 മിനിറ്റാണ്. ഇത് 15 മിനിറ്റാണ്. രണ്ടും ഇതിനുള്ളിലാണ് ചെറിയ മോട്ടർ വരുന്നത്. ഇതും സെയിമാണ്. പിന്നെ ഇതിനുള്ള കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള 15 മിനിറ്റിൻ്റെ ആണ്. മറ്റേ 40 മിനിറ്റാണ്. ഇത് 15 മിനിറ്റാണ്. ഇത് ഡബിൾ ടൈമർ തന്നെയാണ്, വാഷ് സെലക്ടർ കണ്ടുള്ള. നമ്മളത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഇനി 15 മിനിറ്റ് 40 പഴയത് ഇതാണ് 40 മിനിറ്റ്. ഇപ്പോൾ പുതിയത് വെച്ചത് 15 മിനിറ്റാണ്. ഇത് ഫുള്ളായിട്ട് ടേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 40 എന്ന് പറഞ്ഞ ഭാഗം മുതൽ തന്നെ ഇത് വാഷിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 15 മിനിറ്റേ വർക്ക് ചെയ്യുള്ളൂ. ഈ 40 മിനിറ്റായിട്ടുള്ള സംഗതി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരിക്കലും ബാക്കിലേക്ക് തിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ ഏത് ഭാഗത്തായാലും എവിടെ വെച്ചിട്ടതായാലും വർക്ക് ചെയ്യും. പക്ഷേ ഇത് ബാക്കിലേക്ക് ഒരു കാരണവശാലും തിരിക്കരുത്. ഇതൊക്കെ അങ്ങനെ ബാക്കിലേക്ക് തിരിച്ചിട്ട് കംപ്ലൈൻറ്റ് ആയതാണ്. കാരണം ഈ പഴയതിൻ്റെ ക്വാളിറ്റി ഒന്നും ഒരിക്കലും പുതിയതിന് കിട്ടൂല കേട്ടോ. അത് വേറെ കാര്യം. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ബാക്കിലേക്ക് തിരിക്കാതെ നോക്കുക. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ ഈ 40 മുതൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വർക്ക് ചെയ്യും. 40 മുതൽ തന്നെ, അതായത് 15 മിനിറ്റ് വർക്കിംഗ് ഉണ്ടാവുള്ളൂ. 40 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഇതിനൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലയിൻ്റ് ഉണ്ട്. ഗിയർ ബോക്സിന് നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗിയർ ബോക്സ് മാറ്റുന്ന വീഡിയോ പിന്നെ സമയത്തിടാം. ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ 35 മിനിറ്റ് 40 മിനിറ്റൊക്കെ ഉള്ളത് ഒന്നുകിൽ ഫുള്ളായിട്ട് തിരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പകുതിക്കൊന്ന് തിരിച്ച് ഓഫ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ തിരിച്ച് 15ലേക്ക് എത്തിക്കാതിരിക്കുക. കാരണം ഈ പഴയതിൻ്റെ ക്വാളിറ്റി, ഇതിപ്പോൾ 2009 സാധനമാണ്. പഴയതിൻ്റെ ക്വാളിറ്റി ഒന്നും പുതിയതിന് ഒരിക്കലും കിട്ടില്ല, എത്ര ഇതെന്ന് പറഞ്ഞാലും. അപ്പോൾ ഞാൻ ഈ പഴയത് കയ്യിലെടുക്കുന്നുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു സൈറ്റിലുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വീട്ടിലോട്ട് ചോദിച്ചിട്ട് സാധനം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം.